അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. അങ്ങനെ ഗൈസ്, ഇന്ന് വീട്ടിൽ എന്താണെന്ന് വെച്ചാൽ ഒരു പെരുന്നാളിൻ്റെ മേനിയാണ്. ഒരുപാട് ആൾക്കാരും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ അടുക്കളയിൽ ചിക്കൻ പൊരിക്കണു, എന്താണ് ബിരിയാണിയൊക്കെ മറ്റോ പറഞ്ഞ മാതിരി വയ്ക്കുന്നു. ബിരിയാണി കഞ്ഞി അതാണ്. മറ്റേ പണ്ട് കുഞ്ഞായ്മേൻ്റെ കടയിൽ നിന്ന് എനിക്ക് ബിരിയാണി അത് പണ്ട് കുഞ്ഞായ്മേൻ്റെ കടയിൽ നിന്ന് എനിക്ക് ബിരിയാണി ഒക്കെ അറിയുന്ന പറഞ്ഞിട്ട് ഒരാളിങ്ങനെ പറഞ്ഞു. എല്ലാവരും ആളുമ്പോൾ പിരിവിട്ടെങ്ങാണ്ട് എന്താക്കി ആ ബിരിയാണിയേക്കാൾ കൂടുതൽ ഗ്ലാസിന്റെ എണ്ണത്തിൽ വെള്ളം പാടുന്ന അവസാനം ഇത് വേവുണ്ടോ നോക്കി. ഇത് പന്തില്ലപ്പോ അതിലൊരുത്തം പോയിട്ട് നമ്മളെ പ്ലാവിൻ്റെ കുമ്പള കുത്താന്ന്. അതേമാതിരി ഇപ്പൊ ഈ പെരയില് വന്ന ആൾക്കാരൊക്കെ ഓരോ പ്ലാവിൻ്റെ കുമ്പള കുത്തേണ്ടി വരും ഇപ്പൊ ഇവിടെ കഞ്ഞിയും ചോറും കിട്ടണമെങ്കിൽ. എന്താ നിങ്ങൾക്ക് പറ്റിയേ? ഞാൻ നന്നായിക്കോട്ടെ വെച്ചിട്ട് മക്കളെ ഏറ്റവും നല്ല അരി റോയൽ കുക്കിന്റെ അരി വാങ്ങിയിട്ട് ഇവിടെ കൊടുന്നു കൊടുത്തത്. ഇനി ബിരിയാണി നന്നായിക്കോട്ടെ വെച്ചിട്ട് എന്തോ കാട്ടിക്കണേ. പല്ല് പറിച്ചപ്പോ തല തിരിഞ്ഞു. വെറും കഞ്ഞിഞ്ചള്ളം പോലെ ഉണ്ട്. ഒരാള് ഞാൻ നോക്കുമ്പോ ഫാനിന്റെ തൊട്ട് കൂടെ നടക്കുന്നത് സിനു ആ ചോറും പിടിച്ചിങ്ങാണ്ട് നോക്കുമ്പോ ഉണങ്ങാൻ വെക്കാത്തത് എന്തത് തോരിയുടെ ബലം വെച്ചാൽ റെഡിയാവും പറഞ്ഞ്. എന്തായാലും ഗൈസ് നന്നായിട്ടുണ്ട്. നല്ല ചിക്കൻ പൊരിച്ച്. കാരണം ഉമ്മാന്റെ ഉള്ള സകല പല്ല് ഇന്നലത്തോടു കൂടി പറിക്കലി ആയിരിക്കണേ. എന്നിട്ട് എനിക്ക് വയ്യേന്ന് പറഞ്ഞിട്ട് അവിടെ കടത്തിയെന്ന്. പല്ല് പറിക്കല് ഡേഞ്ചർ തന്നെയാണേ. ഇന്നില്ല ഇനി പറിക്കാൻ പല്ലില്ല അറി. ഇപ്പൊ ഒന്ന് തൊള്ള വിളിക്കുക. എത്ര പല്ലുണ്ട് നോക്കട്ടെ. പറ്റുന്നില്ലേ? ഒന്ന് എന്നാലും നോക്കട്ടെ. അടുത്ത തമ്പുരാനെ ആ ഒറ്റ ഒന്നും കൂടി അവിടെ ഉള്ളു. ഒന്നും കൂടി പൊക്ക്. അതായിട്ട് എന്തിനാ അവിടെ വെക്ക്? ആ ഒരു പല്ലേ ഉള്ളൂ. പല്ല് കണ്ടില്ലേ? ആ ഒരു പല്ലേ ഉള്ളു ഇനി. എന്താ ചിക്കനൊക്കെ നമ്മൾ കൊട്ട് തന്നെയാണ് മക്കളെ. നല്ല കാണ്ടമാനം ഉണ്ടല്ലോ നാട്ടിൽ. പഞ്ചായത്തുകാർക്ക് മൊത്തം വെച്ചിക്കണോ ബിരിയാണി മസാല? ബിരിയാണി പോയി വെക്കുന്ന പറഞ്ഞു. ഇവിടെ ഇതാ പാത്രം കഴിക്കണേ. കൊറേ പേരുന്ന്. ഇന്ന് വേറെ രസമുണ്ട്, വെള്ളിയാഴ്ചയും കൂടിയാണ്. അമ്മക്ക് ഇന്ന് വെക്കില്ല വെച്ചിട്ട് ഇങ്ങനെ നിക്കുവായിരുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വെജ് എന്താ ചെയ്യാ പുറത്തുനിന്ന് വാങ്ങാൻ വിചാരിച്ചത്. പുറത്തുനിന്ന് വാങ്ങാൻ വിചാരിച്ചു. നിങ്ങളെ ഞാൻ ചോദിച്ചില്ലേ വാങ്ങണോ ആക്കണോ വെച്ചാൽ നിങ്ങളാണ് കോഴി വാങ്ങുന്നത് പറഞ്ഞാ. ഓക്കെ, അങ്ങനെ ആരൊക്കെ വന്നിട്ടുണ്ടാവുക? ഇജാസാൻ ഫാമിലി ഫുൾ എത്തിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും അവരൊക്കെ ഒന്ന് കാണാം. പിന്നെ ഇവിടെ എന്താക്കിയിട്ടുണ്ട്. അപ്പൊ ചക്കരനെ കൊണ്ടുപോകാൻ വന്നിക്ക. നാളെ രാത്രി പോവാ. അങ്ങനെ ഗായ്സ് ഇവിടെ വേറെ എന്തൊക്കെയുള്ളത്? നിജാസിന്റെ ഉമ്മാന്റെ മാങ്ങച്ചാറ്. ഞാൻ വീഡിയോ എടുക്കാൻ കുറച്ച് വൈകി പോയി ഗായ്സ്. എന്നാലും കുഴപ്പമില്ല, നല്ല മാങ്ങച്ചാറുണ്ട്. പിന്നെ നല്ല ബിരിയാണി പോട്ടിലിട്ടിട്ട് ബിരിയാണി കൊള്ളാമെങ്കിലും ചിക്കൻ റെഡിയാക്കുന്നുണ്ട്. ഇവിടെ പാത്രം കഴുകുന്നുണ്ട്. ഇനി വേറെ എന്താ ഉള്ളത്? കച്ചമ്പറ് ഉണ്ടാക്കിണോ? ചിക്കൻ പൊരിച്ചില്ല ഗായ്സ്. അലാന ആരോട് വന്നിട്ടുള്ളേ? ബിരിയാണി ഒക്കെ വന്നപ്പോ ഒന്ന് ബിരിയാണി കഞ്ഞി കഴിക്കണേ. വെന്ത് പോയി തോന്നുന്നുണ്ട്. അതാ അങ്ങനെ പോരുണ്ട്. കൊളായോ? ഉപ്പുണ്ടോന്ന് ഞാൻ നോക്കൂലല്ലോ. ഞാൻ എണ്ണല്ല, എനിക്ക് പറ്റൂലല്ലോ. ഇതൊക്കെ കാണുമ്പോ ഇങ്ങനെ തിന്നാൻ തോന്നുന്നുണ്ട്. എത്രങ്ങാനും സൂചി വേദന മരുന്നാണ്ട് കംപ്ലീറ്റ് തിന്നോ? പിന്നെ വേദന ഉണ്ടാവൂല കേട്ടോ. പിന്നെ കഴിച്ചാല് ചിലപ്പോ എന്നോട് പറയണേ ചിലവരെ പല്ലൊക്കെ പറിച്ചു കഴിഞ്ഞാൽ ചിലവര് തട്ടിപ്പോത്രേ. സകല പല്ലും പറിക്കരുത് ഇത്ര. നിങ്ങൾ പറിച്ചു കൂട്ടിയേക്കണ് പല്ല്. ഇനി കഴിച്ച് പറിക്കാനില്ല. വേദന ആക്കണ്ടോ? അതിന്റെ വേദന പഴുപ്പിനുള്ള മരുന്നൊക്കെ തന്നിക്കണേ. ഇനി പല്ല് വേദനയൊക്കെ വന്ന് അത് കാണിക്കണോ, അറുക്കണോ? അല്ലാതെ അത് എവിടെ? അത് സൂചി തരിപ്പിച്ചതിന്റെ സൂചി കയറ്റിയിരുന്നത്. ഇനി പറിക്കാനോ സൂചി കുത്താനോ ഒന്നുമില്ല. ഇനി അളവെടുത്ത് പല്ല് വെക്കാനേ ഉള്ളൂ. അതിന് 2-3 ആഴ്ച ഇതൊന്ന് ഉണങ്ങി വേദനയൊക്കെ മാറി പഴുപ്പൊക്കെ മാറിയതിന് ശേഷം മാത്രം പോയാൽ മതി. പല്ലിന്റെ ഗ്യാപ്പൊക്കെ ഇപ്പൊ നിങ്ങള് കണ്ടില്ലേ? പല്ലൂല, ഒറ്റ പല്ലേ ഉള്ളൂ. ഇനിയിപ്പോ പല്ല് വെക്കണില്ലേ? അതിന് വേദനയൊന്നും ഇല്ല. ആൾക്കാരുടെ പോയിട്ട് എടുക്കുക പിന്നെ വെക്കുക. ഇത് വെക്കണല്ലോ സ്ക്രൂ തുളക്കുക. ഞാൻ കണ്ടു, ഞാനൊരു TV ഫോണിൽ കണ്ടു. സ്ക്രൂ ഇങ്ങനെ തുറച്ചിട്ട് ആ പല്ലിന്റെ ഉള്ളിൽ തിരികുന്ന. അത് വേണ്ട, ഒന്നും വേണ്ട. അതായത് തിന്നണമെങ്കിൽ ഒരു മനുഷ്യന് പല്ല് വേണം.
ഒരു പുറത്തിറങ്ങി നടക്കണമെങ്കിൽ ഒരു ചൊറുക്ക് വേണം. ഇതൊന്നും വേണ്ടാത്ത ഒരാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ഇപ്പൊ സാധാരണ എല്ലാവരും വിചാരിക്കുക ഈ 4 ആളുകളുടെ ഇടയിൽ പോകുമ്പോൾ ഒരു പല്ലില്ലെങ്കിൽ മോശമല്ലേ. ഇതങ്ങനെയൊന്നുമില്ല. എന്താണ് ഇങ്ങനെ മതി, പോണത്തോളം പോട്ടെ എന്നുള്ള ഒരു പാടാണ് ഗൈസ്. ഇല്ലെങ്കിൽ കുറച്ച് നാടൻ ചോറും പാടെ വെച്ചാളാ, അപ്പൊ കുഴപ്പമൊന്നുമില്ല. നാടൻ ചോറ് വെച്ചിട്ടില്ലേ, പറ്റാത്തവർക്ക് അതും കൊടുക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ പറ്റലില്ലല്ലോ. അത് അരി നന്നല്ല, കുക്കിന്റെ അരി നന്നല്ലാന്നോ? നിങ്ങൾക്ക് വെക്കാൻ അറിയില്ല എന്ന് പറയും. സകല കല്യാണത്തിനും അടിയന്തരത്തിനും അതാ വെക്കല്. ഇവിടെ എന്താണ് കുറച്ച് വെള്ളം വെച്ചോളൂ. എത്ര വെള്ളങ്ങൾ എത്ര അരി ഇട്ട്? പിന്നെ ആ 1 കിലോ തന്നെ കൊടുത്തു. ആ 1 കിലോ ഇട്ടു. 4 നായിക്ക് 8 നായി വെള്ളം വെച്ചു. അങ്ങനെ വെക്കുക. 4 നായുടെ അളവ് മാറിയിട്ടുണ്ടാവും. എന്താ ഞാൻ ഇതുവരെ വെക്കാത്ത ആളവിടെ. പിന്നെ എങ്ങനെ ഇങ്ങനെ അതന്നെ, അത് അരി നന്നല്ലാന്ന്. ഞാൻ ആളോട് പറഞ്ഞാ ഏറ്റവും നല്ല അരി ഏതാ ചോദിച്ചപ്പോ ആള് പറഞ്ഞു ഇതാണ്. അതന്നെ പോലെ പൈക അരി തന്നിട്ടുണ്ടാവും. ചുട്ടമണി എവിടെ ചുട്ടമണി എവിടെ എന്ത് പറയുന്നാലേ ഐബ് എവിടെ? അലാനന്റെ പെരക്കാര് വന്നിക്കണോന്നാ പറയുന്നേ. എവിടെ അലാനന്റെ പെരക്കാര്? അലാനന്റെ പെരക്കാരെ അവിടെ വിളിച്ച് റെഡി ആയിട്ട് പള്ളിക്കൊക്കെ ഓട്ടെ. കുറേ ദിവസമായി മാലിലെ പള്ളിക്കല് കൂടിയിട്ട്. ഓരോ ഓട്ടത്തിന്റെ ഇടയിൽ മാലിലെ പള്ളിക്കല് കൂടാൻ പറ്റില്ലല്ലേ വെള്ളിയാഴ്ച. അതുകൊണ്ട് ഇപ്രാവശ്യം നമുക്ക് മാലിലെ പള്ളിക്കല് കൂടാം. അനക്ക് എന്തോ വരാണ്ട് ഈ കാർട്ടിൽ മെസ്സേജ് ഉണ്ടല്ലോ. എത്ര ചെലവാ? അതെന്താ നാളെന്താ കല്യാണം വെഡിങ് ആനിവേഴ്സറി? മെയ് 2-ാം തീയതി വരെ കല്യാണം ഉണ്ടാന്ന്. നാളെ വെഡിങ് ആനിവേഴ്സറി. ആ എന്ത് അതൊക്കെ ആദ്യത്തെ ഒരു പുതുക്കം മാത്രമേ ഉള്ളൂ എല്ലാവരും. 2 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ വെഡിങ് ആനിവേഴ്സറി ഒരു പേടി സ്വപ്നം മാത്രമായിട്ട് മാറുന്നുണ്ട്. എന്റെ പെരക്കാർക്ക് ബിരിയാണി കഞ്ഞി കൊടുത്ത കുഴപ്പമുണ്ടാവും. അല്ല, പെരക്കാർക്ക് ബിരിയാണി കഞ്ഞി കൊടുത്ത കുഴപ്പമുണ്ടാവും ഇല്ലല്ലോ. ബിരിയാണി കഞ്ഞി കൊടുത്ത കുഴപ്പമില്ലല്ലോ. എന്നാ അവിടെ പേക്കിലെ ആ പ്ലാവിന്റെ ഇലയിന്ന് പോയിട്ട് ഓരോ കുമ്പള കുത്തി വന്നോളി. പാപ്പാക്കും ഉമ്മാക്കും അനിയനും നിജാസിനും ഒക്കെ. ഇത് 3-ാമത്തെ അരിയാ. ഇനിയുണ്ടോ ഇവിടെ? ഇനി അരി ഉണ്ടോ? നിങ്ങൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലേ ഇത് സൂപ്പർ മാർക്കറ്റിലെ അരി കിടന്നു. ഇനി കുഞ്ഞായ്മേന്റെ അടുത്ത് അരി തരണം. അത് നായിട്ട റോയൽ കുക്കിന്റെ അരി കേടാണെന്നാ പറഞ്ഞു ഇവിടെ. എല്ലാ കല്യാണത്തിനും റോയൽ കുക്കിന്റെ അരി വെക്കലുള്ള ആൾക്കാർ. നിങ്ങൾക്ക് മാത്രം അത് കേട്. അതും വെള്ളായോ? ഇറക്കി വെച്ചോ? ചുട്ടമണി അല്ലാ. എന്തായാലും മെയ് 1 ഇപ്പൊ ഇങ്ങനെയായി. അലേഹ എവിടെ? എന്തൊക്കെയുണ്ട് കടായിൽ? എന്തൊക്കെയുണ്ട് എന്നോ? അതിൽ ഉപ്പും മുളകും വെളുത്തുള്ളിയും പച്ചമുളകും. അതിന് എനിക്ക് ചോറില്ല. അതിനത്ര നേരം വൈകി വിചാരിച്ചില്ലേ? നല്ലോണം നേരം വൈകിങ്ങനെ. കോഴി വേറെ ഇരിക്കുന്നു. എന്നാ അത് മസാല ആക്കി വെക്കാം. എയർ ഫ്രൈറിൽ വെക്കട്ടെ കുറച്ച്. എനിക്ക് സാധാ ചോറുണ്ടല്ലോ ഇവിടെ മതി കുറച്ച്. ഇനി നിന്റെ ചോറ് വെക്കണമെന്നില്ല. ഏത് വേണ്ടത് മതി. 150 ചോറ് മതി. വാ, ഇനിയിപ്പോ ആ ചോറും കൂടി വെച്ച് കഴിഞ്ഞാൽ 5-ാമത്തെ ചോറ് അവിടെ. ആ ചോറും കൂടി വെക്കട്ടെ നീ. ഇറച്ചി ഞാനൊരു പണി ചെയ്യാം. ഞാൻ എനിക്കുള്ളത് വാങ്ങി വരാം. അതാ നല്ലത്. പള്ളി വിരിഞ്ഞ് വരുമ്പോ പള്ളിയൊക്കെ വിരിഞ്ഞ് വന്ന് ഫുഡ്. ഇത് ഇത് കട്ടയാവാത്ത ചോറ്, കട്ടയായ ചോറൊക്കെ ഉണ്ട്. വെന്ത ചോറ്, വേവാത്ത ചോറ്, പായസമായ ചോറ് ഒക്കെ ഉണ്ട്. 3 ടൈപ്പ് ചോറ് വെച്ചിക്കണ്. വെന്ത ചോറ്, വേവാത്ത ചോറ്, പൊരിഞ്ഞ ചോറ്, പൊതിച്ചോറ്.
ചോറ് വെപ്പന്നെ. ഞാൻ ഇവിടുന്ന് ജിമ്മിന് പോകുമ്പോഴും ചോറ് വെക്കുന്നുണ്ട്, ജിമ്മ് കഴിഞ്ഞ് വന്നപ്പോഴും ചോറ് വെക്കുന്നുണ്ട്. വെറൈറ്റി ചോറുകളാണ്. പല്ല് പറിച്ചപ്പോ തല ഇരിഞ്ഞോന്ന് എനിക്ക് തോന്നുന്നത്. തലയിലെ വല്ല നരമ്പ് എന്തെങ്കിലും പൊട്ടിയിട്ടുണ്ടാവും. ചോറ് കൊടുത്തോ കാണി, തിന്നാ കൊടുത്തോ. ചിക്കൻ കറി, ചിക്കൻ മസാല ആക്കിയാന്നില്ല. ഇരിക്കും കഴിക്കും. ഇരുന്നോളി ഇങ്ങോട്ട് മാറി കൊടുക്കേ. ഇരുന്നോളി എന്നിട്ടിരിക്കാം. ചക്കര ഇരുന്നോ, വിശ്വാസം ഇരുന്നോ, അല്ലെങ്കിൽ ഒരു തവണട്ടോ. അങ്ങനെ എന്തായാലും ഫുഡൊക്കെ കഴിക്കലായിരുന്നു. നല്ല നെയ്ച്ചോറും ചോറൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ മക്കൾക്കൊക്കെ വേണ്ട പ്രധാനപ്പെട്ട ഒരു സാധനം ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, ഈവനിങ്ങിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൈമിൽ ഞാൻ ആ വീഡിയോ പോസ്റ്റ് ആക്കാൻ ഇൻഷാ അല്ലാഹ്. കുറച്ച് നേരം എടുക്കാണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.